വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കണ്ണൂർ സ്വദേശി IV രാജേഷ് അറസ്റ്റിലായി. വിസ വാഗ്ദാനം നൽകി സംസ്ഥാനത്തുടനീളം ഇയാൾ തട്ടിയെടുത്തത് 10 കോടിയിലേറെ രൂപ. ഒരു വർഷത്തോളമായി ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ എറണാകുളത്ത് നിന്നുമാണ് തൊടുപുഴ പോലീസ് പിടികൂടിയത്. വിസ സംഘടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞും വിമാന ടിക്കറ്റ് നൽകാമെന്നറിയിച്ചും വൻ തട്ടിപ്പാണ് രാജേഷ് നടത്തിയത്. കേരളത്തിന്റെ മിക്ക പോലീസ് സ്റ്റേഷനുകളിലും ഇയാൾക്കെതിരെ തട്ടിപ്പിന് പരാതിയുള്ളതായി പോലീസ് പറയുന്നു. കണ്ണൂർ സ്വദേശിയും മീനച്ചിലിൽ താമസക്കാരനുമായ IV രാജേഷിനെയാണ് തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊറിയയിൽ ജോലി വാഗ്ദാനം ചെയ്ത് 5 ലക്ഷം രൂപ തട്ടിയെന്ന തൊടുപുഴ കുമാരമംഗലം സ്വദേശിയുടെ പരാതിയിൽ 2024 രജിസ്റ്റർ ചെയ്ത കേസിലാണ് രാജേഷ് അറസ്റ്റിലായത്. കരിങ്കുന്നം, രാമപുരം, ഏനാത്ത്, കുറുവിലങ്ങാട്, അടിമാലി, പാലാ തുടങ്ങി നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ രാജേഷിനെതിരെ കേസുകളുണ്ട്. ഇദ്ദേഹത്തിന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലായിടത്തും കേസുകളുണ്ട്. ഏകദേശം 80ഓളം പേരിൽ നിന്നായിട്ട് 8-10 കോടിയോളം രൂപ തട്ടിപ്പ് നടത്തിയിട്ടുള്ളതെന്നാണ് അയാളെ ചോദ്യം ചെയ്യലെന്ന് മനസ്സിലാക്കുന്നത്. അത് നമ്മൾ ആധികാരികത മൊത്തത്തിൽ നമ്മൾ അന്വേഷണത്തിലെ വെളിവാകും. 80ഓളം കേസുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് ഇയാൾ തട്ടിയെടുത്തിട്ടുള്ളത്. ഇയാളുടെ തട്ടിപ്പിൽ ഉൾപ്പെട്ടവർ ചേർന്ന് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട്. നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കുന്നതുവരെ നിയമ പോരാട്ടം തുടരുമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. എന്നാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പണം തിരികെ കിട്ടുക എന്നുള്ളതാണ്. വിദേശത്ത് ജോലിക്ക് പോയി പാവപ്പെട്ട കുടുംബങ്ങൾ അവരുടെ കുടുംബം പുലർത്തുവാൻ വേണ്ടി, മക്കളെ വിവാഹം ചെയ്തയക്കാൻ വേണ്ടി, കടം വീട്ടാൻ വേണ്ടി ഒക്കെ വേണ്ടിയിട്ട്, ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് വിദേശത്ത് പോകാനായിട്ട് ആഗ്രഹിച്ചത്. ഈ മനുഷ്യൻ AR കൺസൾട്ടൻസി എന്ന് പറയുന്ന ഒരു റിക്രൂട്ടിംഗ് സ്ഥാപനം മൂവാറ്റുപുഴ പേഴക്കാപ്പള്ളിയിൽ നടത്തിക്കൊണ്ട് അവിടേക്ക് ആളുകളെ വിളിച്ചു വരുത്തി മനു എന്ന് പറയുന്ന ആളുടെ കയ്യിൽ പണം കൊടുക്കുവാൻ പറഞ്ഞുള്ള തട്ടിപ്പാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഒളിവിൽ കഴിയുകയായിരുന്ന രാജേഷിനെ എറണാകുളം പട്ടിമറ്റത്തുള്ള സുഹൃത്തിന്റെ വീട്ടിൽ നിന്നാണ് പോലീസ് സംഘം പിടികൂടിയത്. കൂടുതൽ ആളുകൾ തട്ടിപ്പിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇയാൾക്കൊപ്പം തട്ടിപ്പ് നടത്തിയ കരിങ്കുന്നം സ്വദേശി മനുവിനെ തൊടുപുഴ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാൾ ഇപ്പോൾ ജാമ്യത്തിലാണ്. രാജേഷിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് മലയാളം, ഇടുക്കി.